കൂട്ടുകാരെ, ഇറ്റ്സ് മീ സൈഡിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ 1-ാം തീയതി തൊട്ട് 8-ാം തീയതി വരെ ഞങ്ങളുടെ പള്ളിയിൽ പെരുന്നാളായിരുന്നേ. ആ പെരുന്നാളിൻ്റെ സമയത്ത് ഞങ്ങളുടെ തുമ്പുക്കുട്ടനും തിരിച്ചു വന്നു. അപ്പോൾ ഞങ്ങളുടെ പെരുന്നാൾ വിശേഷങ്ങളൊന്ന് കണ്ടാലോ? ശനിയാഴ്ച വൈകുന്നേരം 4 മണിക്കത്തെ കുർബാനയ്ക്ക് ശേഷം ജൂബിലി കപ്പേളയിലേക്ക് പ്രദക്ഷിണമുണ്ടായിരുന്നു കേട്ടോ. ആ പ്രദക്ഷിണമാണ് ഈ കാണുന്നത്. വൈകുന്നേരം ഒരു 6-6:30 കൂടിയൊരു സമയത്തായിരുന്നു പ്രദക്ഷിണം പോയത്. ഈ പ്രദക്ഷിണം അവിടെ ചെന്നതിന് ശേഷം അവിടെ ലതീഞ്ഞുണ്ടായിരിക്കും. ആ ലതീഞ്ഞ് കഴിഞ്ഞിട്ട് തിരിച്ച് തിരിപ്രദക്ഷിണമായിട്ട് പള്ളിയിലേക്ക് പോകും. ഇതാ നമ്മുടെ തുമ്പുക്കുട്ടൻ ഇവിടെ വന്നിരുന്ന പ്രദക്ഷിണം കാണുന്നുണ്ട് കേട്ടോ. അവനിതങ്ങ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ചെണ്ടകൊട്ടൊന്നും കേട്ടിട്ട് അവൻ എഴുന്നേറ്റ് പോയിട്ടില്ല. അങ്ങനെ തിരിപ്രദക്ഷിണം തിരിച്ച പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പോകുന്ന എല്ലാ സൺഡേ സ്കൂൾ കുട്ടികളാണ് കേട്ടോ. അതിനു പുറകെ മറ്റെല്ലാവരും ഉണ്ടായിരുന്നു. അവസാനമായിട്ട് വരുന്നത് അൾത്താരന്മാരന്മാരാണ്. ഈ പ്രദക്ഷിണം പള്ളിയിൽ ചെന്നതിന് ശേഷം സമാപന പ്രാർത്ഥനയും അതിനുശേഷം സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചെണ്ടമേളവും ബാൻഡുമേളവും ആകാശവിസ്മയവും ഒക്കെ ഉണ്ട്. അപ്പോൾ പ്രദക്ഷിണം ഏകദേശം ടൗണിനോടടുത്തു. ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഭാഗമാണ് കാണുന്നത്. ഇവിടെ തൊട്ടടുത്ത് ഞങ്ങളുടെ അടുത്തുള്ള ഒരു കാറ്ററിംഗുകാരെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെണ്ടമേളവും ബാൻഡുമേളവും ആകാശവിസ്മയവും ഒക്കെ തുടങ്ങി കേട്ടോ. നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. കുട്ടികളൊക്കെ നല്ല സന്തോഷത്തിൽ അവിടെ ഓടിക്കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നേരം ഞങ്ങൾ ആകാശവിസ്മയം നോക്കി കണ്ടു. അത്യാവശ്യം നല്ല ആളുകളും ഉണ്ടായിരുന്നു പെരുന്നാളിന്. മൊത്തത്തിൽ കിട്ടും സന. അവിടെ നിൽക്കും, നിന്നെ വീഡിയോ കാണിക്കാം. ലൈറ്റിങ്സ് ഒക്കെ നല്ല സൂപ്പറായിരുന്നു കേട്ടോ. വളരെ മനോഹരമായിരുന്നു രാത്രിയിൽ പള്ളി പരിസരവും കാണാനായിട്ട്. ഈ ബലൂൺസ് കാണുമ്പോൾ ഞാൻ വളരെ വർഷങ്ങൾക്ക് പിന്നിലേക്ക് പോകും കേട്ടോ. സനമോള് ചെറുതായിരുന്ന സമയത്ത് ഇത് വാങ്ങിച്ചു കൊടുത്തിട്ട് അവളങ്ങ് വിട്ടു. അതങ്ങ് പൊങ്ങിപ്പോയി. അങ്ങ് ഉയരത്തിലേക്ക് അത് പറന്ന് പൊങ്ങിപ്പോയി. ഞങ്ങളുടെ പള്ളിയിൽ ഈ വർഷം ഉണ്ടാക്കി വച്ചിരിക്കുന്ന നക്ഷത്രം കാണിച്ചു തരാവേ. ഇതാണ് ആ നക്ഷത്രം. എന്നാ സംഭവിച്ചത്?
എന്ത് ഭംഗിയല്ലേ ഇത് കാണാൻ. വലുതായിപ്പോയി, പിള്ളേരും വലുതായിപ്പോയി. അങ്ങനെ രാത്രിയിൽ പെരുന്നാൾ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോന്നു. പിറ്റേ ദിവസം ഇന്ന് ഞായറാഴ്ച 10 മണിയിലത്തെ കുർബാനയ്ക്കാണ് പോയത്. കുർബാനയ്ക്ക് ശേഷം ടൗൺ പ്രദക്ഷിണം ഉണ്ടായിരുന്നേ, അതിൻ്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നത്. പള്ളിയിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി വേണേൽ താഴേക്ക് പോകാൻ കുരിശിൻ്റെ അടുത്തേക്ക്. അപ്പോൾ ആ സ്റ്റെപ്പ് ഇറങ്ങുന്നതിൻ്റെ ഒരു തിരക്കാണ് നമ്മളിവിടെ കാണുന്നത്. നല്ല തിരക്കുണ്ട്. അപ്പം അങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി താഴെ വന്നു. ഇതാ ഈ കാണുന്നതാണ് ഞങ്ങളുടെ പള്ളി. കലയന്താനി സെൻറ്റ് മേരീസ് ചർച്ചാണ് കേട്ടോ, ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഇത് തൊടുപുഴയ്ക്കടുത്താണ്. തൊടുപുഴയിൽ നിന്നും ഏകദേശം 7 കിലോമീറ്റർ ദൂരമാണ് ഞങ്ങളുടെ പള്ളിയിലേക്കുള്ളത്. അങ്ങനെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി കുരിശിൻ്റെ അടുത്ത് വന്നു. അവിടെ നിന്ന് ഇനി താഴേക്ക് ഒരു ഇറക്കമാണ്. ആ ഇറക്കം ഇറങ്ങി നേരെ ചെല്ലുന്നത് റോഡിലേക്കാണ്. പള്ളിയുടെ അകം ഞാൻ വീഡിയോയുടെ അവസാന ഭാഗത്ത് കാണിച്ചു തരാമേ. എന്താ, നമ്മൾ റോഡിലെത്തി. അങ്ങനെ റോഡിലൂടെ നടന്ന് ടൗണിലേക്ക് പ്രദക്ഷിണം വന്നു. ഇനി കുറച്ച് ദൂരം ഇങ്ങനെ ടൗണിലൂടെ ഉണ്ട്. അതിനുശേഷം അപ്പുറത്തെ സൈഡിൽ കൂടെ വളഞ്ഞു കയറി പള്ളിയിലേക്ക് പോകും. അപ്പം എന്താ, ഇവിടെ നമുക്കൊരു സ്റ്റെപ്പ് കാണാം. ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് നേരെ താഴേക്ക് ഇറങ്ങി വരുന്ന സ്റ്റെപ്പാണിത്. അങ്ങനെ പ്രദക്ഷിണം പള്ളിയിലെത്തി. ആശീർവാദത്തിനും സമാപന പ്രാർത്ഥനയ്ക്കുമായി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ വർഷത്തെ പെരുന്നാൾ സമാപിച്ചു. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ വീഡിയോ കൃത്യസമയത്ത് കിട്ടുമേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.